റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ സ്വാദിഷ്ടമായ ഗോബി മഞ്ചൂരിയൻ ഉണ്ടാക്കിയെടുത്താലോ? വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ടു DJ's ഫാമിലീസ് സ്പെഷ്യൽ ഗോബി മഞ്ചൂരിയൻ റെസിപ്പി. ചൂടുള്ള വെള്ളത്തിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇട്ട് കൊടുത്ത് 10 മിനിറ്റ് വെക്കുക. ഇങ്ങനെ ചെയ്യുന്നത് കോളിഫ്ലവറിലെ പുഴുക്കളെല്ലാം പോകുന്നതിനെ സഹായിക്കും. ഇനി നമുക്ക് കോളിഫ്ലവറിൻ്റെ കോട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള മിക്സ് റെഡിയാക്കി എടുക്കാം. അതിനായി 1 കപ്പ് മൈദ, 1 കപ്പ് കോൺഫ്ലവർ, 1 സ്പൂൺ കുരുമുളക്, ആവശ്യത്തിന് ഉപ്പും ചേർത്തിളക്കുക. ഇതിലേക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ വെള്ളം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ അല്പാൽപമായി ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. ഇനി നമുക്കത് വറുത്തെടുക്കാം. ഫ്രൈ ചെയ്യാൻ സൺഫ്ലവർ പോലുള്ള ഏതെങ്കിലും ഫ്ലേവർ ഇല്ലാത്ത ഓയിൽ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ആദ്യത്തെ 1 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടും പിന്നീട് മീഡിയം ടു ലോ ഫ്ലെയിമിലും ഇട്ട് വറുത്തെടുക്കുക. അധികം ഡാർക്ക് കളർ ആവണ്ട, ലൈറ്റ് ഗോൾഡൻ കളർ ആവുമ്പോൾ നമുക്ക് വാങ്ങിയെടുക്കാം. ഞാനിവിടെ 2 ബാച്ചായിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. കോളിഫ്ലവർ എല്ലാം ഇതുപോലെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ ഗ്രേവി തയ്യാറാക്കുന്നതിനായി 8 അല്ലി വെളുത്തുള്ളി, 1 ഇഞ്ച് വലിപ്പം വരുന്ന ഇഞ്ചി, 2 പച്ചമുളക് എന്നിവ ചെറുതായി എറിഞ്ഞെടുക്കുക. 1 വലിയ സവോള, 1/2 ക്യാപ്സിക്കം എന്നിവ ക്യൂബായി എറിഞ്ഞെടുക്കുക. 2 സ്പൂൺ ടൊമാറ്റോ സോസ്, 2 സ്പൂൺ ചില്ലി സോസ്, 1 സ്പൂൺ സോയാ സോസ് എന്നിവയും 1/2 കപ്പ് വെള്ളം. നിങ്ങൾക്കിപ്പം ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 1 കപ്പ് വെള്ളം ഒഴിക്കാം. സെമി ഗ്രേവി ആണെങ്കിൽ 1/2 കപ്പ് ഒഴിക്കാം. നല്ല ഡ്രൈ ആയിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ 1/4 കപ്പ് വെള്ളം ഒഴിച്ചാലും മതിയാവും. ഇതെല്ലാം ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. 1/4 കപ്പ് വെള്ളത്തിൽ 1 സ്പൂൺ കോൺഫ്ലവറും കൂടി ചേർത്ത് ഇളക്കുക. എല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം മാത്രമേ കുക്ക് ചെയ്യാൻ തുടങ്ങാവൂ. ഹൈ ഫ്ലെയിമിൽ വേണം ഇതെല്ലാം കുക്ക് ചെയ്തെടുക്കാൻ. കോൺഫ്ലവർ ഫ്രൈ ചെയ്ത് ബാക്കി വന്ന എണ്ണയാണ് കേട്ടോ ഞാൻ ഇതിനൊക്കെ എടുത്തത്. എണ്ണ ചൂടായി വന്നാൽ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയും ക്യാപ്സിക്കും ഇട്ട് കൊടുക്കാം. ഇവയൊന്നും നന്നായി കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ആയി കിട്ടിയാൽ മാത്രം മതിയാവും. പ്രത്യേകം ശ്രദ്ധിക്കുക, ഹൈ ഫ്ലെയിമിൽ ഫാസ്റ്റായിട്ട് വേണം ഇവയെല്ലാം കുക്ക് ചെയ്തെടുക്കാൻ. ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന സോസ് ഒഴിച്ചു കൊടുക്കുക. അതൊന്ന് ആവശ്യത്തിന് ഉപ്പ്, 1/2 സ്പൂൺ കുരുമുളക് പൊടി എന്നിവ ഇട്ട് കൊടുക്കാം. 1/2 സ്പൂൺ ഷുഗറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. സവോളയ്ക്ക് പകരം സ്പ്രിംഗ് ഓനിയൻ ചേർക്കുന്നതായിരിക്കും കേട്ടോ കുറച്ചും കൂടി നല്ലത്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ കഴിയും, ഇത് കുറുകെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കാം. സ്പ്രിംഗ് ഓനിയൻ ഉണ്ടെങ്കിൽ അതുകൊണ്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ. സ്വാദിഷ്ടമായ ഗോബി മഞ്ചൂരിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.